ഉണർന്നു. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ, ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ദൈവത്തെ തള്ളിക്കളയുവാനുള്ള മനുഷ്യൻ്റെ പ്രവണതകളെക്കുറിച്ചാണ് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ, മനുഷ്യപുത്രന്റെ നാളിൽ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. നോഹയുടെ കാലത്ത് സംഭവിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചുകൊണ്ട് അവരുടെ ജീവിതകാലം മുന്നോട്ട് കഴിക്കുവാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയാൽ 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, കയീനെ ഹാബേലിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, കയീൻ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് തനിക്ക് ബോധിച്ചതുപോലെ തൻ്റെ ജീവിതം കഴിക്കുവാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളാണ്. ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യങ്ങളെ അനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങിയ കയീന് സ്വന്തം സഹോദരനോട് പോലും കരുണ തോന്നുവാൻ ഇടയായി തീർന്നില്ല എന്നും തൻ്റെ സ്വന്തം സഹോദരനായ ഹാബേലിനെ കൊന്ന് വയലിൽ മൂടിക്കളഞ്ഞു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ രേഖപ്പെടുത്തുന്നത്, നോഹയുടെ കാലത്ത് സംഭവിക്കപ്പെട്ടതുപോലെ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യർ സ്വസ്നേഹികളായി സ്വന്തം സഹോദരനെ പോലും വഞ്ചിക്കുകയും കൊന്നു കുഴിച്ചു മൂടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ കടന്നു വരുമെന്നും ദൈവത്തിൻ്റെ തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമാലേഖനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പൗലോസ് ഇക്കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുണർത്തുന്നത് പോലെ പറയുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൽ 17-18 മുതലായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൽ കാണുവാൻ സാധിക്കുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവൻ്റെ ദൈവമെന്ന് ഓർത്തുകൊണ്ട് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നൊക്കെയാണ് ആ വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നന്മകളും സുഖങ്ങളും അതിൻ്റെ തലത്തിൽ വർദ്ധിച്ചു വന്നപ്പോൾ സകലവും നൽകിക്കൊടുത്ത ദൈവത്തെ മനുഷ്യൻ മറന്നുകൊണ്ട് ദൈവത്തെ മനുഷ്യൻ തള്ളിക്കളയുകയും ചെയ്തിട്ട് അവർക്ക് ബോധിച്ചതുപോലെയുള്ള ഒരു ജീവിതം കഴിപ്പാൻ ആരംഭിച്ചു എന്നുള്ളതുമായ അതിന് ഫലമായി നോഗയുടെ കാലഘട്ടത്തിൽ ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞ് ഭൂമി നശിച്ചു പോകുമെന്നും സകല ജീവജാലങ്ങളും നശിച്ചു പോകുവാൻ ഇടയായി തീർന്നു എന്നും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ
സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിട്ടല്ല, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തിൽ സമർപ്പിക്കണം. അതിന് സർവ്വകൃപാലുവായ ദൈവം എല്ലാവരെയും, എൻ്റെ കേൾവിക്കാരെ നിങ്ങൾക്ക് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളാരും ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് തിന്മയും അനീതിയും അകൃത്യവും ചെയ്യുന്നവരായിട്ടല്ല. യേശുവെ, ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് കഴിക്കുന്നവരായി തീർക്കണമേ. ഞങ്ങളെ അതിനെ സഹായിക്കണമേ. ദൈവം ഞങ്ങളോട് കരുണ കാണിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.